Hi friends, ഞാൻ Shini Nidheesh. Welcome to ChinsRuchi. നല്ല അടിപൊളി വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതെ അമ്മ പറഞ്ഞ പോലെ ഫ്രഷ് നല്ല പെടക്കുന്ന ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ കൊണ്ട് നല്ല കിടുക്കാച്ചി ബിരിയാണി ആക്കാൻ പോവാണ്. നമുക്കിതിനി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ബിരിയാണീൻ്റെ മസാല സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായിട്ടാകുമ്പം വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 6 മീഡിയം സൈസ്ഡ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി നല്ലോണം കുക്കാവണം, നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ആഡ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇത് നല്ല ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ്. വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂണും ഗരം മസാല 1.5 ടേബിൾ സ്പൂണും ആണ്. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൽ വേറെ ഒരു മസാല പൗഡേഴ്സും ആഡ് ചെയ്യുന്നില്ല. ഇനിയാണ് നമ്മളെ താരം ചെമ്മീനെ നമ്മൾ ഇടുന്നത്. ഈ ഉള്ളീൻ്റെ മസാലേൻ്റെ അകത്ത് കിടന്ന് ചെമ്മീൻ നല്ലോണം റോസ്റ്റ് ആവണം. ഡ്രൈ ആയി റോസ്റ്റായി കിട്ടുന്നവരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് കുക്കായിക്കോളും. ഇനി നമ്മളിതിലിടാൻ പോകുന്നത് പുതിന, മല്ലിയില, പച്ചമുളക് ഇതൊക്കെ കൂടെ ഒരുമിച്ച് ചതച്ചതാണ്. പച്ചമുളക് 15 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെറിയൊരു പിടി പുതിനയും ചെറിയൊരു പിടി മല്ലിയിലയാണ് എടുത്തത്. ഇത് എല്ലാം കൂടി മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് നല്ല അരച്ചെടുത്തതാണ്. സ്മൂത്തായിട്ട് അരയേണ്ട, ചെറിയൊരു തരി വേണം. ഇനിയാണ് നമുക്ക് തക്കാളി ആഡ് ചെയ്യേണ്ടത്. 5 എണ്ണമാണ് ഞാൻ എടുത്തത്. തക്കാളി നമുക്ക് നല്ലോണം മിക്സാക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ഇപ്പോൾ ആയി. ഞാനതൊന്ന് തുറന്നു നോക്കട്ടെ. ആഹാ, തക്കാളിയൊക്കെ ഏകദേശം വെന്തു. നമ്മളെ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുവാണ്. ഇനി ഞാൻ ഇതിനകത്ത് തൈരാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 സ്പൂൺ ഫുള്ള് ഞാൻ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബിരിയാണിക്ക് ജീരകശാല റൈസാണ് യൂസ് ചെയ്യേണ്ടത്. ചെറിയ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കാഷ്യൂനട്ട്സും കിസ്മിസും പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമില്ല ഉള്ളിയും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിൽ റൈസ് ഉണ്ടാക്കേണ്ട റെസിപ്പി ഞാൻ ഇനി ഇതിൽ പറയുന്നില്ല. അപ്പോൾ കുക്കറിൽ റൈസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കോളിഫ്ലവർ ബിരിയാണീൻ്റെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, ഒന്ന് നിങ്ങൾ ആ വീഡിയോയും കൂടി കണ്ടു നോക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കോളിഫ്ലവർ ദം ബിരിയാണി അതേപോലെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഇത് രണ്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും സ്പൈസസും ഒക്കെ ഇട്ട് ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഒരു വിസിൽ വരുന്നവരെ നമുക്ക് നോക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. ഒരു വിസിൽ വന്നു. ഞാനിത് തുറന്നു നോക്കാൻ പോവാണ്. ആഹാ, നമ്മളെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുക്കറിൽ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നല്ല അടിപൊളി റൈസ് നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ അതിൻ്റെ മേലെ ഗരം മസാല ഡസ്റ്റ് ചെയ്യുക. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില, പുതിന അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ആക്കി വെച്ച ചെമ്മീൻ മസാല അതിട്ട് കൊടുക്കുക. അതേപോലെ വീണ്ടും നമുക്ക് ഒരു തവണയും കൂടി ഇതേപോലെ ലെയർ ചെയ്യാം. ഇത് ഞാനൊരു 3 ലെയർ ഇടുന്നുണ്ട്. നമുക്ക് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം.
ഇനി ഏറ്റവും ടോപ്പിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്യൂനട്ട്സും കിസ്മിസും കൂടി ഇട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ ചെമ്മീൻ ബിരിയാണി ഈ പ്രാവശ്യം ദമ്മ് ചെയ്യുന്നില്ല. ദമ്മ് ചെയ്യാണ്ടേ തന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സൂപ്പർ ഡൂപ്പർ ചെമ്മീൻ ബിരിയാണി. ഞാൻ ഈ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി എൻ്റെ ഹസ്ബൻഡിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി മുള, സൂപ്പറാക്കി ഇടൂ. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ചെമ്മീൻ ബിരിയാണി. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട് ചിൻസ് രുചി ചാനൽ. ബൈ ബൈ.